അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കിയ കുട്ടികളെ. അയ്യോ എന്റെ പൊന്നു പിള്ളേരെ ഇങ്ങോട്ട് നോക്ക്. നമ്മളെ ആര്യ സാർ ഇവിടെ വന്നു. അപ്പൊ നമ്മളിതേ മേളിൽ വന്നു കേട്ടോ. ഇതാണ് ഏറ്റവും ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഏറെക്കുറെ നമ്മൾ പറഞ്ഞാൽ ചെന്നൈ മൊത്തത്തിൽ നമുക്ക് കാണാം. ഹലോ ഹായ് ഗായ്സ്, എല്ലാവർക്കും വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാനഗറാണ് കേട്ടോ. അണ്ണാനഗറിന്റെ ഇവിടെ അണ്ണാനഗർ ടവർ ഉണ്ട്, അവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇപ്പൊ രാവിലെയാണ് കേട്ടോ. സമയം എത്ര മണിയായി? ഏറെക്കുറെ ഒരു 7-7:45 ആ സമയമൊക്കെ ആവുന്നുള്ളൂ. അപ്പം ഇന്ന് ഭയങ്കര ട്വിസ്റ്റ് ഉണ്ടായി കേട്ടോ. ഞാൻ അണ്ണാനഗറിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കിയപ്പോ നടൻ ആര്യയെ കണ്ടു. പിള്ളേരെ എല്ലാവരോടും കാര്യം പറയാം. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു ഇവിടെ അണ്ണാനഗറിലോട്ടെ. ഞാൻ പറയാ ഓപ്പോസിറ്റ് ആര്യ പോയെന്ന്. എന്നിട്ട് ഞങ്ങൾ ആ വഴിയാണ് വന്നോണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് യൂട്ടേൺ എടുത്ത് ആര്യയെ തപ്പി പോവാ. ഞാൻ കണ്ട ആര്യ ആ പോകുന്നതാണ് കേട്ടോ. അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കിയ കുട്ടികളെ. അയ്യോ അയ്യോ ഒരു സെൽഫി എടുക്കാന്ന് പറഞ്ഞു. ഇതേ പോന്നു കേട്ടോ. അവിടെ വന്ന് സെൽഫി എടുക്കാന്ന് പറഞ്ഞു നമ്മളിവിടെ. ഇതേ പോന്നു. ദേവർ ഓടി വരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് സെൽഫി കിട്ടും. ഓ മൈ ഗോഡ്. വീഡിയോട് ഇന്നൊരു സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഞാൻ അണ്ണാനഗർ ടവറിന്റെ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാന്നാ വിചാരിക്കുന്നത്. കാരണം ഒരു ഉറക്കച്ചടവൊക്കെ ഉണ്ട്. അപ്പൊ ചായ കുടിച്ചിട്ട് ഞാനിവിടെ അണ്ണാനഗർ ടവർ എന്ന് പറയുന്ന ഒരു പാർക്ക് പോലൊരു സംഭവത്തിനകത്താണ് ആ ടവർ ഉള്ളത്. അപ്പൊ അകത്ത് കയറിയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ നല്ല രസമാണ് കേട്ടോ ഈ വഴി കാണാനായിട്ട്. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. പൂക്കടയുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഒരു അമ്പലം വരുന്നുണ്ട്. ഇവിടെയാണ് ചായക്കടയുള്ളത്. അപ്പം നമുക്ക് നേരെ ചായക്കടയിലോട്ട് പോയിട്ട് ഒരു ചായ വെച്ച് കാച്ചാം. എന്റെ പൊന്നു പിള്ളേരെ ഇങ്ങോട്ട് നോക്ക്. നമ്മളെ ആര്യ സാർ ഇവിടെ വന്നു. തിരിച്ചു കാണിച്ചു കേട്ടോ. നമ്മളെ മനസ്സിലായി. ആളാരും അറിയാതെ വന്ന് ആളാരും അറിയാതെ ഇവിടെ വന്ന് കഴിക്കാനൊക്കെ ഉള്ള പരിപാടിയാട്ടോ. അയ്യോ നമ്മൾ അവിടുന്ന് ഇവിടെ വന്നപ്പോഴും ആളിവിടെ ഉണ്ട്. ആളിവിടെ കഴിക്കാൻ പോവാണ്. സാധാരണക്കാരനായിട്ടൊരു ഹോട്ടലിൽ കയറി കഴിക്കുക കേട്ടോ. ആൾക്കാരിടയ്ക്ക് വന്ന് കയറുക. ഇരിക്കുന്ന ആരാന്ന് മനസ്സിലായോ? നല്ല കടുപ്പമുള്ള ചായയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്നറിയോ, നമ്മൾ ഈ ചായക്കട വന്നിട്ടോ ആര്യ വീണ്ടും വന്നു കേട്ടോ. നമ്മുടെ ആര്യ സർ ചിരിച്ചൊക്കെ കാണിച്ചു കേട്ടോ. മുമ്പേ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ആൾക്ക് മനസ്സിലായി, ചിരിച്ചൊക്കെ കാണിച്ചു. നമ്മള് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്കിനി ആ പാർക്കിന്റെ അകത്തോട്ട് നമുക്ക് കേറാം. ഈ വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ ആകട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല തണലും മരവും പിന്നെന്താ പച്ചക്കറി കടയും അമ്പലവും അതും ഇതൊക്കെ ഉണ്ട് സൈഡില്. അപ്പം നമുക്ക് ഇതിനകത്തോട്ടേക്ക് കയറാം. അപ്പം ഇതിന്റെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ പക്ഷിയുടെ കാർച്ചയും പക്ഷികളുടെ കളകളാരവും ഒക്കെ കാണാൻ പറ്റും, അല്ല കേൾക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാവേ. ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. ഒരുപാട് വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള ടവറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. പാർക്കിന്റെ ഇതിനകത്തേക്കുള്ള എൻട്രി ഇതാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് പേര് നടക്കുന്നു. ഒരുപാട് മരങ്ങള്. ഇത് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ടവർ എന്ന് പറയുന്നത്. അപ്പം ചെന്നൈയിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ടവർ ഇതാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കും അതിന്റെ മുകളിലേക്ക് പോകണം. എന്നിട്ട് പോയിട്ട് കയറി നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നോക്കി അങ്ങോട്ട് മുകളിലേക്ക് നോക്ക്. നമുക്ക് പോയി നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ മൊത്തത്തിൽ കാണാനായിട്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് നടക്കാനായിട്ട് മൊത്തത്തില്. വാവ്, ബ്യൂട്ടിഫുൾ.
ഇതാണ് കേട്ടോ നമ്മുടെ ടവർ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ പൊങ്ങി ചാടി വീഴുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മേള് വരെ ടവറിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ചെന്നൈയിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യം വലിപ്പമുണ്ട് ഇതിന്. അപ്പൊ ഇതിങ്ങനെ ഇവിടെ താഴേന്ന് ഇങ്ങനെ കറങ്ങി 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 നമുക്ക് മേളിലോട്ട് കയറാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ട് ആൾക്കാരൊക്കെ കയറുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ മേളിൽ കയറിയിട്ട് അവിടെ നിന്നുള്ള വ്യൂ എന്നാന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ മേളിൽ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് നടക്കാം അങ്ങോട്ടേക്ക്. ഇതിലേ ചെന്നിട്ട് കറങ്ങി അതിലേ വേണം കയറാനായിട്ട്. നമ്മൾ ഇതേ മേളിൽ വന്നു കേട്ടോ. ഇതാണ് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഏറെക്കുറെ നമ്മൾ പറഞ്ഞാൽ ചെന്നൈ മൊത്തത്തിൽ നമുക്ക് കാണാം. നിങ്ങക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. കേറി വരുന്നത് നമ്മൾ അത്ര മടുക്കത്തൊന്നുമില്ല കേട്ടോ. സ്റ്റെപ്പല്ല, അതുകൊണ്ട് നമുക്ക് ക്ഷീണമൊന്നും പറ്റത്തില്ല. ഇങ്ങനെ മേളൊരു സംഭവമാണ് വരുന്നത്. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, കുറെ പേരൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ആദ്യം ഇവിടെ ഹാപ്പി സ്ട്രീറ്റില് അവിടാണ് നമ്മൾ വരാനായിട്ടിരുന്നേ. ആ സംഭവം മാറ്റി വെച്ചെന്നുള്ളത്. അത് നടക്കുന്നത് നമ്മള് നേരെ നോക്കുമ്പം അവിടെ ഒരു എന്താ പറയാ, ആ ഒരു ഭാഗത്തായിട്ടാണ് നടക്കുന്നത്. നമുക്ക് അവിടെ വരാം അടുത്ത ദിവസം. ഇനി എപ്പോഴാണോ അത് ഉള്ളതെന്ന് വെച്ചാൽ നോക്കിയിട്ട് നമുക്ക് വരാം. അത്ര ഉണ്ടല്ലേ. ഈ ടവർ നമ്മൾ നിൽക്കുന്ന നമ്മുടെ ടവറിന് 135 അടി ഉയരമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ചെന്നൈയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ടവറാണിത്. അത്യാവശ്യം നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. മേളിന്ന് അവിടുന്ന് ഇവിടെ വരെ വന്നപ്പോ വേർത്ത് കേട്ടോ. പക്ഷെ ശ്വാസം മുട്ടൊന്നുമില്ല. നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴത്തെ അത്ര മടുപ്പൊന്നും എനിക്ക് വന്നില്ല. താഴെ അത് എക്സർസൈസ് ചെയ്യുന്നവരൊക്കെ കാണാൻ ചെറുതായിട്ട് കണ്ടോ. കൊള്ളാം, ബ്യൂട്ടിഫുൾ. പിന്നെ ഇതിനകത്തോടെ നടക്കാനും നല്ല സുഖമാണ്. ഇഷ്ടംപോലെ മരങ്ങളാണ്. നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും, ഇഷ്ടംപോലെ മരങ്ങളാണ്.
ഇറങ്ങാം കേട്ടോ. ഭയങ്കര വെയിൽ, അവിടെ നിൽക്കാനും പറ്റത്തില്ല. അപ്പം ഇവിടുത്തെ വ്യൂ ഇത്രയൊക്കെ മൊബൈലിൽ എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇവിടുന്ന് ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് താഴെ പാർക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അവിടെ മരത്തിനകത്ത് കുറച്ച് നടക്കാം, കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പതുക്കെ സ്ഥലം വിടണം. എന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി പോകുന്ന വഴി ഞാൻ കാണിക്കാം. അപ്പൊ നമുക്ക് നേരെ താഴോട്ടേക്ക് ഇറങ്ങാം. ഈ വന്ന വഴിയൊക്കെ നമ്മൾ തിരിച്ചിറങ്ങണം. വായോ. അയ്യോ, ഈ പാർക്കിനകത്ത് തന്നെ മീനിന്റെ കുളം ഉണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കും. വലിയ മീനാ, എന്ത് മീനാന്ന് അറിയാൻ പറ്റില്ല. താമയുണ്ട് കേട്ടോ. നോക്കി, താമയത് കണ്ടോ. അയ്യോ, വലിയ മീനാണേ. പൊളി പൊളി പൊളി. ഒത്തി എടുത്തോണ്ട് പോകുന്നുണ്ട്. എന്ത് മീനാത്? സൈഡിൽ ആമയുണ്ട്. ബിഗ് ഫിഷ്. ഓ, വെള്ള 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 എന്തോ മീനുണ്ട്. നല്ല കുളിർ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നൈസ്. ഞാൻ പിന്നെ ലൂസായിട്ടുള്ള ബനിയനും കൂടി ഇട്ടേക്കുന്നുണ്ട്. കാറ്റ് നന്നായിട്ട് കയറുന്നു. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun. അപ്പൊ ഇവിടെ നമ്മള് മേളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഇവിടെ എന്താ വെച്ചാൽ ഒരു പാർക്ക് സെറ്റപ്പ് ആട്ടോ. കുറെ മരങ്ങളും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ വർക്കൗട്ട് ചെയ്യേണ്ടവർക്ക് വർക്കൗട്ട് ചെയ്യാം. പിന്നെ അവിടെ എന്തോ എന്താ നമുക്ക് ലൈവായിട്ട് പാട്ടൊക്കെ കേൾക്കുക, അങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പിന്നെന്താ വെച്ചാൽ അവിടുത്തെ പാട്ടൊന്നും എനിക്ക് വീഡിയോയ്ക്ക് അത് കേൾപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മൊത്തത്തിൻ്റെ ആംബിയൻസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ നമ്മൾ ആര്യയെ കണ്ടതായിരുന്നു. ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എന്താ പറയുക, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു അഡീഷണൽ സംഭവം വന്നുകൊണ്ട് സെറ്റപ്പ് ആയിരുന്നു നമ്മുടെ വീഡിയോ. അപ്പം ഞാനും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പം ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അവിടുന്ന് പാട്ട് കേൾക്കുന്നു. അപ്പം ഇന്നത്തെ ഉള്ളൂ, ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു ഡേയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും. എല്ലാവരും അടിച്ചു കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് എന്നും 1:30 ആകുമ്പോൾ 1:30 to 2:30 ഞാൻ ലൈവ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അടുത്ത് ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മുടെ വീഡിയോസ് കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. Our hearts beat to the city streets. We began to feel the fire. We rise like